ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിന് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്രീം തയ്യാറാക്കിയെടുക്കാം. ആ ഒരു ക്രീം നിങ്ങൾക്ക് 3-4 ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ക്രീമാണ്. അതുകൊണ്ട് തന്നെ ദിവസം ഉണ്ടാക്കി തേക്കണം എന്നുള്ള മടി ഉണ്ടാവില്ല. ഓൾറെഡി ഉണ്ടാക്കി വെച്ചത് കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് തേച്ചാൽ മാത്രം മതി. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഒരു ഉരുളക്കിഴങ്ങ് കഴുകി, അതായത് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതുപോലുള്ള സ്ക്രാപ്പറിലൊന്ന് സ്ക്രാപ്പ് ചെയ്തെടുക്കുക. സ്ക്രാപ്പർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കനം കുറച്ച് മിക്സിയുടെ ജാറിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് ആ പൊട്ടാറ്റോൻ്റെ ആ ഒരു അതിൻ്റെ ഉള്ളിലുള്ള വെള്ളത്തിൽ നിന്ന് തന്നെ അടിയുന്ന രീതിയിൽ ചെറിയ പീസസായി കട്ട് ചെയ്തിട്ട് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് അടിച്ചാൽ അത് അടിഞ്ഞ് കിട്ടും. അത് അടിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതൊരു അരിപ്പയിൽ കൂടെ അരിച്ചെടുക്കുക. അതിൻ്റെ നീര് മാത്രം അരിച്ചെടുക്കുക. മിക്സിയുടെ ഈ ഒരു സാധനം ഇല്ലാത്തവർ മാത്രം ആ ഒരു ഇത് ചെയ്താൽ മതി കേട്ടോ. കാരണം ഇങ്ങനെ ചെയ്തെടുത്താലാണ് നമ്മൾ വിചാരിച്ച രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ഇതിൻ്റെ നീര് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ചിരകി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കാണിച്ചുതരാം. ഇത് നമ്മൾ കൈകൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ അടിപൊളിയായിട്ട് അതിൻ്റെ നീര് കിട്ടും. പക്ഷേ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് എടുക്കുമ്പോൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. ഇനി ഞാൻ ഇതിലേക്ക് റോസ് വാട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം റോസ് വാട്ടർ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നിങ്ങളെ വീട്ടിൽ ചെടികളിലുണ്ടായ അലോവേര ജെല്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം. അത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലെമൺ ജ്യൂസിന് ശേഷം നമുക്കൊരു 2 വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഓയിലി സ്കിന്നുള്ളവർ ഒറ്റൊന്ന് ആഡ് ചെയ്താൽ മതി, 2 എണ്ണത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ അലോവേര ജെൽ എടുക്കുന്ന സമയത്ത് പുറത്തുനിന്നുള്ള കടയിൽ നിന്ന് വാങ്ങിയ അലോവേര ജെൽ എടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിത് ഉണ്ടാക്കി വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഷെൽഫ് ലൈഫെല്ലാം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയ അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. വീട്ടിലുള്ള അത് യൂസ് ചെയ്താൽ ക്രീം കേടായിപ്പോവും. ഒരു ദിവസമല്ല നിങ്ങൾക്ക് ക്രീം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, പക്ഷേ പിറ്റേന്ന് അത് കേടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പുറത്തുനിന്നുള്ള അലോവേര ജെല്ല് യൂസ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതൊരു ക്രീമി കൺസിസ്റ്റൻസി, നല്ല നമ്മൾ സാധാ ഫേസിൽ തേക്കുന്ന ക്രീമിൻ്റെ അത്രയും കൺസിസ്റ്റൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ എടുത്ത വെള്ളത്തിൻ്റെ ഡബിൾ അലോവേര ജെല്ല് ആഡ് ചെയ്താൽ നമുക്ക് ആ ക്രീമി കൺസിസ്റ്റൻസി കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 പിഞ്ച് കോഫി പൗഡറും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കോഫി പൗഡർ നിങ്ങൾക്ക് ഏത് കോഫി വേണമെങ്കിലും യൂസ് ചെയ്യുക. ബ്രൂ കോഫി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കുറച്ചും കൂടി കട്ടിയുള്ള ക്രീമാണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടി അലോവേര ജെല്ലിൻ്റെ അളവ് കൂട്ടിയെടുത്താൽ അത് നമുക്ക് കട്ടിയുള്ള ക്രീം കിട്ടും. പിന്നെ അലോവേര ജെൽ ഒരുപാട് ആഡ് ചെയ്യാനും പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന പൊട്ടാറ്റോ ജ്യൂസും റോസ് വാട്ടറിൻ്റെയും അളവ് ഏകദേശം കറക്റ്റ് ആയിരിക്കണം. ഒരുപാട് വലിയ ഇതിൽ എടുക്കാൻ പാടില്ല. അപ്പോൾ ഇത് ഞാനിതാ ഒരു കണ്ടെയ്നറിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഇതുപോലുള്ള ഒരു ഗ്ലാസ് കണ്ടെയ്നറിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കുക. രാത്രി കിടക്കുന്നതിന് മുന്നേ ഇതാ സാധാ ക്രീം ആക്കുന്നത് പോലെ ജസ്റ്റ് അതിൽ നിന്ന് ലിക്വിഡ് എടുത്തിട്ട് മുഖത്തേക്ക് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുക. നിങ്ങളൊരു 5 ദിവസം ഇങ്ങനെ കറക്റ്റ് ചെയ്ത് നോക്ക്. ഞെട്ടിക്കുന്ന ഒരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മുടെ മുഖത്തുള്ള കറുത്ത പാടും കരിവാളിപ്പും മാറി മുഖം നല്ല നിറവും തിളക്കവും വരാൻ സഹായിക്കും. അപ്പോൾ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ ആണ് നിങ്ങളിത് ചെയ്യേണ്ടത്. അപ്പോൾ റിസൾട്ട് കിട്ടിയ ഉറപ്പായി നിങ്ങൾ കമൻറ്റിലൂടെ വന്ന് അറിയിക്കുക. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടിയും ക്ലിക്ക് ചെയ്യാനാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.